രോഗത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ആയിഷയ്ക്ക് പുനർജന്മം. ആയുർവേദത്തിൻ്റെ മാന്ത്രിക സ്പർശത്തിലൂടെ വൈദ്യരത്നം മാത്തുക്കുട്ടി വൈദ്യരാണ് ആയിഷയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മരണത്തിൻ്റെ കരങ്ങളെ തട്ടിമാറ്റി ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് തിരിച്ചെത്തിയ ആയിഷയുടെ കഥ. KCN സ്പെഷ്യൽ. രോഗത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ആയിഷയ്ക്കിത് പുനർജന്മമാണ്. 3 ആഴ്ചകൾക്ക് മുൻപായിരുന്നു 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ കാഞ്ഞങ്ങാട് കൊളവയലിലെ ആയിഷയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് മുകളിൽ ഹെപ്പറ്റൈറ്റിസ് B എന്ന രോഗം കരിനിഴൽ വീഴ്ത്തിയത്. ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ആയിഷയ്ക്ക് കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B എന്ന രോഗമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയത്. കളിച്ചും ചിരിച്ചും വീട്ടിൽ പ്രകാശം പരത്തിയിരുന്ന ആയിഷയുടെ രോഗവിവരം 6 സഹോദരിമാർക്കും മാതാപിതാക്കളായ ഹസൈനാറിനും ഫാത്തിമയ്ക്കും താങ്ങാനായില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ആയിഷയെ മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. കൂലിപ്പണി ചെയ്ത് കുടുംബത്തെ പുലർത്തിയിരുന്ന ഹസൈനാർ ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കടം വാങ്ങിയുമാണ് മകളുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തിയത്. രോഗം മൂർച്ഛിച്ചിരുന്നതിനാൽ വൈദ്യശാസ്ത്രത്തിലെ ചികിത്സകളൊക്കെ ആയിഷയ്ക്ക് മുന്നിൽ തോൽക്കുകയായിരുന്നു. ആരോഗ്യനില കൂടുതൽ വഷളായി ആയിഷ അബോധാവസ്ഥയിലായതോടെ കരൾ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ഫലം കണ്ടേക്കുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കരൾ മാറ്റിവെക്കുന്നതിനായി എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ അന്വേഷിച്ചുവെങ്കിലും ശസ്ത്രക്രിയാ ചെലവിന് ലക്ഷങ്ങൾ വേണമായിരുന്നു. ശസ്ത്രക്രിയ നടത്തുന്നതിലെ സങ്കീർണതകളെക്കുറിച്ചും അപകട സാധ്യതയെക്കുറിച്ചും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയതോടെ കരൾ മാറ്റിവെക്കുന്നതിൽ നിന്നും ആയിഷയുടെ മാതാപിതാക്കൾ പിന്മാറി. ആയിഷയുടെ ജീവൻ രക്ഷിക്കുവാൻ സർവ്വ വഴികൾ തേടിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഇതിനിടെയാണ് ആശുപത്രിയിൽ വെച്ച് ഒരാളിൽ നിന്നും അഡ്യനടുക്കയിലെ മാത്തുക്കുട്ടി വൈദ്യരെക്കുറിച്ച് ആയിഷയുടെ മാതാപിതാക്കൾ അറിയാനിടയായത്. അവസാന മാർഗമെന്ന നിലയിൽ വൈദ്യരെ സമീപിക്കുവാൻ തന്നെ ആയിഷയുടെ കുടുംബം തീരുമാനിച്ചു. ആ തീരുമാനം വെളിച്ചം വീശിയത് ആയിഷയുടെ പുനർജന്മത്തിലേക്കായിരുന്നു. ചികിത്സ ഏറ്റെടുത്ത വൈദ്യർ ആയിഷയുടെ ജീവൻ നിലനിർത്തുവാനുള്ള സംവിധാനം ഒരുക്കുവാനായി കാസർകോട്ടെ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുവാൻ നിർദ്ദേശിച്ചു. ആയിഷയെ അഡ്മിറ്റ് ചെയ്യുവാൻ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചുവെങ്കിലും എല്ലായിടത്തു നിന്നും അവഗണന മാത്രമായിരുന്നു ലഭിച്ചത്. പിന്നീട് തളങ്കര മാലിക് ദിനാർ ആശുപത്രിയിലെ ഡോക്ടർമാരായിരുന്നു ആയിഷയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. കൃത്രിമ സംവിധാനങ്ങളിലൂടെ ആയിഷയുടെ ജീവൻ നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾക്ക് വിദഗ്ധ ഡോക്ടർമാരായിരുന്നു നേതൃത്വം നൽകിയത്. ആശുപത്രിയിലെ സിസ്റ്റർമാരായ മഞ്ജു, ചിലു എന്നിവർ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആയിഷയുടെ ഏത് സഹായങ്ങൾക്കും എല്ലായ്പ്പോഴും മുന്നിലുണ്ടായിരുന്നു. ആയുർവേദ രംഗത്തെ മാത്തുക്കുട്ടി വൈദ്യരുടെ അനുഭവ സമ്പത്ത് ഹസൈനാറിൻ്റെയും ഫാത്തിമയുടെയും പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനുമുള്ള പരിഹാരമാകുകയായിരുന്നു. അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന മാത്തുക്കുട്ടി വൈദ്യരുടെ ചികിത്സയിൽ ആയിഷ മരണത്തിൽ നിന്നും തിരിഞ്ഞു നടന്നത് ജീവിതത്തിലേക്കായിരുന്നു. ആയിഷയുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയതിലൂടെ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മാത്തുക്കുട്ടി വൈദ്യർ തിരിച്ചു നൽകിയത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ കാസർഗോഡിൻ്റെ പുണ്യ ഭൂമിയായ മാലിക് ദിനാർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ നേഴ്സുമാരുടെയും ICUയിലുള്ള സിസ്റ്റേഴ്സിൻ്റെയും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയുമാണ് ഒരു പരിധിവരെ ഇന്നത്തെ ഈ കുട്ടിയുടെ കാരണം. ഞാൻ മെഡിസിൻ കൊടുത്തു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ കുട്ടിയെ 24 മണിക്കൂർ നേരം അവസ്മാരം പോലെ എന്താ പറയുക അബ്നോർമലായിട്ട് അൺകോൺഷ്യസായി ഈ കുട്ടിയെ കൃത്യമായിട്ട് ശുശ്രൂഷിക്കുകയും ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുകയും ചെയ്ത ഇവിടുത്തെ ഡോക്ടർമാരോടും ഇവിടുത്തെ സ്റ്റാഫിനോടും അല്ലെങ്കിൽ ICUയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച സിസ്റ്റേഴ്സിനോടും നന്ദി പറയാണ്. ഇങ്ങനൊരു അവസരം ഇപ്പം എൻ്റെ കയ്യിൽ അമൃതുണ്ടെങ്കിൽ പോലും അത് കൊടുക്കാൻ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഇന്നത്തെ ഈ ലോകത്ത് ഇങ്ങനെയൊരു കരുണ കാണിച്ച ഈ മാലിക് ദിനാർ ഹോസ്പിറ്റലിനോട് ഞാൻ എപ്പോഴും ചാരിതാർത്ഥ്യത്തോടെ നന്ദിയോടെ പറയുന്നു. ഈ കുട്ടിയുടെ ജീവൻ്റെ ഭാഗം ഒരു പരിധിവരെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലാണ്. ഒത്തിരി നന്ദിയുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ടപ്പോൾ ആയുർവേദത്തിൻ്റെ മാന്ത്രിക സ്പർശത്തിലൂടെ ആയിഷ ജീവിതത്തിലേക്ക് നടന്നു കയറിയത് അവിശ്വസനീയതയോടെയാണ് ഏവരും നോക്കിക്കാണുന്നത്. സുഖമില്ലാത്ത കാഞ്ഞങ്ങാട് ആസ്പത്രിയിൽ നിന്നും മംഗലാപുരം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി.
ആംബുലൻസിൽ. അവിടെ നിന്ന് യൂണിറ്റ് ആസ്പത്രി അഡ്മിറ്റ് ചെയ്തു ICUയിൽ. അന്നത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അവർ കൊച്ചിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വലിയ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണെന്ന്, മാറ്റണമെന്ന്. പിന്നെ അവിടെ നിന്ന് നമ്മ ഒരു ഉമ്മാനെ കണ്ടു. ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു വൈദ്യർ, മാത്തുക്കുട്ടി വൈദ്യറുണ്ട്, അവരെ മരുന്ന് കഴിച്ചാൽ സുഖമായിട്ടുണ്ട്, മാലിക് ദിനാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഡോക്ടറും സിസ്റ്റർമാരും എല്ലാം കൂടി വൈദ്യർക്ക് സപ്പോർട്ട് തന്നു. എൻ്റെ മോൾക്ക് മരുന്ന് കൊടുത്തു. അവർ നന്നായി ഇപ്പം അവിടെ നടക്കുന്നുണ്ട്. ആയിഷ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. പാതി മുറിഞ്ഞുപോയ സ്വപ്നങ്ങളും രോഗം ഇടവേള നൽകിയ സൗഹൃദങ്ങളും ആയിഷയെ കാത്തിരിക്കുകയാണ്. എക്സാം എഴുതുന്ന സമയത്താണ് എനിക്ക് തല കറങ്ങിയിട്ട് വീണത്. പിന്നെ കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്താ അസുഖമൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് ഇവിടെ വന്ന് പിന്നെയാണ് അറിഞ്ഞത്. ഇപ്പം ഇവിടെ വരുമ്പം ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. മാത്തുക്കുട്ടി വൈദ്യർ അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കും. എനിക്ക് നല്ലോണം സന്തോഷമുണ്ട്. അതിന് അള്ളാഹിനോട് നന്ദി പറയുകയാണ്. ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയാൽ. തനിക്ക് ലഭിച്ച പുനർജന്മത്തിൻ്റെ സന്തോഷം മറച്ചുവെക്കാതെ സൗഹൃദങ്ങളുടെയും പഠനത്തിൻ്റെയും ഊഷ്മളതയെ പുൽകി ആയിഷ വീണ്ടും ജീവിക്കുകയാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.